ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇലക്കറികൾ ഉപയോഗിച്ചുള്ള ഒരു തോരനാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ലഭിക്കുന്ന ഇലക്കറികൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാം. ഈ കർക്കിടക മാസത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി നമ്മൾ പലതരം ഇലക്കറികൾ ഉപയോഗിക്കും. അപ്പോൾ അതിൽ ചിലത് ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇലക്കറികൾ ഉപയോഗിച്ചാണ് ഇന്നിവിടെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇത് പയറിൻ്റെ ഇലയാണ്. അപ്പോൾ ഈ പയറില നമുക്ക് കിട്ടാനായി ഒരു പിടി പയർ ഒന്ന് കുതിർത്തിയതിന് ശേഷം നമുക്കൊരു ചെടിച്ചട്ടിയിൽ ഒന്ന് വിതച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് വെള്ളമൊന്ന് ഓരോ ദിവസവും കുറച്ച് വെള്ളമൊന്ന് തളിച്ച് കൊടുക്കണം. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പയറില കിട്ടും. ഇത് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ധാരാളം വൈറ്റമിൻസും അയണുമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലപോലെ കഴുകി എടുത്തു. അപ്പോൾ എന്തായാലും മണ്ണ് കാണും ഇതിലൊക്കെ. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി എടുക്കണം. പിന്നെ ഇത് ഉലുവ ഇലയാണ്. ഇത് അത്ര വലുതായിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് മതിയാകും. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് ഒരു ചട്ടിയിൽ എടുത്തു. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ് നമുക്ക് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചീര ഒരു ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒന്നിനൊന്ന് ഒട്ടിയിരിക്കുന്നത് വിട്ട് കിട്ടാനൊന്ന് എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം.
ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ചെറിയ ഉള്ളി, ഒരു 4-5 പീസ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില. ഈ കരിവേപ്പില ഒന്ന് നല്ലപോലെ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ അധികം അരയണ്ട. ഇപ്പോൾ കരിവേപ്പില സാധാരണ വെറുതെ ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞാൽ അത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഗുണം കൂടെ കിട്ടാൻ വേണ്ടി ഞാനിത് നല്ലപോലെ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങ അധികം അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ കൂട്ട് ഈ ചീരയിലോട്ട് ചേർത്ത് കൊടുത്തു. ഇതിനി ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഈ കൂട്ട് എത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂട്ട് നന്നായി യോജിപ്പിച്ച് എടുക്കാം. കുറച്ചൊന്ന് ചൂടാവണം. അപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം റെഡിയായിട്ടുണ്ട്. ഇതിൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കടുക് വറക്കേണ്ട ആവശ്യവുമില്ല. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇലക്കറികൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണയോഗ്യമായ നമ്മുടെ ചുറ്റിനും കാണുന്ന ഇലക്കറികൾ എടുക്കാം. പക്ഷേ മുരിങ്ങയില മാത്രം ഈ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ ചില വിഷാംശങ്ങൾ കലരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ അത് നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.